ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ ചോളം പുഴുങ്ങിയിട്ട് അതിൻ്റെ ഓരോ അല്ലികളായിട്ട് അടർത്തിയൊരു പാത്രത്തിനകത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പീസ് സവോള, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, 2-3 അല്ലി വെളുത്തുള്ളി ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം. അപ്പോൾ ഞാനിവിടെ ഇത് നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ വേണം നമുക്കിതൊന്ന് അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ചോളവും കൂടി ഇതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരണം. വേറെ എക്സ്ട്രാ വെള്ളം ഒന്നും ആഡ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചോളവും നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഞാൻ വേറെ എക്സ്ട്രാ വെള്ളം ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്കിതൊരു പാത്രത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ വേണം നമുക്ക് നന്നായിട്ടൊന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഇനി ഒരു നുള്ളു കായപ്പൊടി. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം ആ ഉപ്പും മുളക് പൊടിയൊക്കെ എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡായി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ ഉപയോഗിക്കുന്നത് മൈദയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇത് കുറേച്ചിട്ടിട്ട് ഇതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് മൈദ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ, കുറച്ച് മൈദ ആഡ് ചെയ്തുള്ളൂ. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇച്ചിരി ഒന്ന് ലൂസാക്കി എടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് ലൂസാക്കരുത്. ഒരുപാട് ലൂസാക്കിയാൽ നമ്മുടെ ഈ സ്നാക്ക് ശരിയാകത്തില്ല. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് ഈ മാവ് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഓയിൽ ഒന്ന് ചൂടാകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഇതിനകത്തേക്ക് കോരിയിടാം. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സ്പൂണാണ്. സ്പൂണിൽ 1/2 സ്പൂൺ മാവ് ഇതേപോലെ കോരിയിട്ട് ഇങ്ങനെയൊന്ന് ഇട്ട് കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇതാക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ കരിഞ്ഞു പോകും. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഒന്ന് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇത് മറിച്ചും തിരിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചോളം കൊണ്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ നന്നായി പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിനകത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇങ്ങനെ എല്ലാം ഒന്നും ഞാൻ ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മുടെ ചോളം കൊണ്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ മറക്കരുത്, തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വരെ ടാറ്റാ ബൈ ബൈ.